Dear students, today we discuss the topic physical significance of the various statistical quantities in GCE. That we have to establish the relation between statistics of the grand canonical ensemble and the thermodynamic system. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് ചില വാട്ട് ഇസ് എ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിൾ ഓർ വാട്ട് ഇസ് എ സിസ്റ്റം ഇൻ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിൾ എന്നുള്ളൊരു ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം, എന്നാലും ഇതിലത്തെ ടേംസ് നമുക്ക് പരിചയം വരുള്ളൂ. സോ സിസ്റ്റം ഇൻ GCE. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിൽ കൺസിഡർ ചെയ്യുന്നത് അവിടെ പിന്നെ ഒരു ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എൻ എൻസെമ്പിൾ ഓഫ് എൻ ഐഡൻറ്റിക്കൽ സിസ്റ്റംസ് mutually sharing a total number of particles n bar, where n bar is the average number of particles and a total energy n into e bar. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിനെ കുറേ സിസ്റ്റംസ് ആയിട്ട് ഡിവൈഡ് എൻ ഐഡൻറ്റിക്കൽ സിസ്റ്റം. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻ വരുന്നുണ്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. ഇവിടെ നമ്മൾ ഈ മോഡിഫൈഡ് എൻ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് ദ എൻ ഐഡൻറ്റിക്കൽ സിസ്റ്റംസിൻ്റെ എണ്ണത്തിനാണ് നമ്മൾ ക്യാപിറ്റൽ എൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദെൻ എൻ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ സിസ്റ്റം. അപ്പോൾ ഇവിടെ ഐഡൻറ്റിക്കൽ സിസ്റ്റം ആണെങ്കിൽ പോലും അതിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചിലപ്പം ഡിഫറെൻ്റ് ആവാം. അപ്പോൾ അതിൽ ഒരു ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഇവിടെ എൻ ബാർ എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സപ്പോസ് നമ്മൾ എൻ ഇൻറ്റു എൻ ബാർ കാണുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സിസ്റ്റത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അതായത് എൻ ബാർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്ന ആവറേജ് പാർട്ടിക്കിൾ, അതിനെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സിസ്റ്റംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം. ആൻഡ് സിമിലർലി നമുക്ക് ഇ ബാർ എന്നുള്ളത് ആവറേജ് എനർജി ഓഫ് ദി സിസ്റ്റം ആണെങ്കിൽ അതിനെ നമ്മൾ എന്നോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം സിസ്റ്റത്തിൻ്റെ എണ്ണത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അവിടെ ടോട്ടൽ എനർജി ആയിരിക്കും. അതുപോലെ നമ്മൾ വേറൊരു NRS എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് വി ഹാവ് ഡിനോട്ട് ദ നമ്പർ ഓഫ് സിസ്റ്റംസ് ദാറ്റ് ഹാവ് എറ്റ് എനി ടൈം T the number NR of particle and the amount ES of energy. ഇപ്പോൾ n എന്ന് സ്മോൾ n വിത്ത് സഫിക്സ് ആർ ആൻഡ് എസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സിസ്റ്റവും ഡിഫറെൻ്റ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് എനർജി ട്രാൻസ്ഫർമേഷനും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ട്രാൻസ്ഫർമേഷനും ഒക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ കുറേ സിസ്റ്റത്തിൽ എന്തുണ്ടായിരിക്കും NR പാർട്ടിക്കിളും ES എമൗണ്ട് ഓഫ് എനർജി ഇല്ല. അങ്ങനത്തെ പാർട്ടിക്കിൾസിൻ്റെ ഒരു സിസ്റ്റത്തിന് എത്ര എണ്ണം ഉണ്ടോ അതിനാണ് നമ്മൾ NRS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ NRS സമ്മേഷൻ ഓഫ് NRS എന്നെടുത്തു കഴിഞ്ഞാൽ അതെന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മുടെ ഈ ക്യാപിറ്റൽ Nന് ഈക്വൽ ആയിരിക്കും. അതായത് മൊത്തം സിസ്റ്റംസ് ഓരോ പെർട്ടിക്കുലർ സിസ്റ്റത്തിനും ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് എനർജി ഒരു 10 സിസ്റ്റമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 5 എണ്ണം ഒരു പെർട്ടിക്കുലർ NRS ആയിരിക്കും, വേറെ ഒരു 2 എണ്ണം വേറൊരു NRS ആയിരിക്കും. അങ്ങനെ എല്ലാ R/S നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് സിസ്റ്റംസ് ഓഫ് ദി പാർട്ടിക്കിൾ. അതുപോലെ നമ്മൾ സമ്മേഷൻ ഓവർ NRS ഇൻറ്റു NR എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി N ഇൻറ്റു N ബാർ, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ സമ്മേഷൻ NRSും അതിലത്തെ എത്ര സിസ്റ്റം ഉണ്ട് അതിലത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ എല്ലാ പാർട്ടിക്കിൾസും കൂടെ ഓൾ N എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അതുപോലെ സം ഓവർ RS NRS ES എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി N ഇൻറ്റു E ബാർ ആയിരിക്കും. അതുപോലെ ദ സെറ്റ് NRS ഓഫ് ദി നമ്പേഴ്സ് സാറ്റിസ്ഫൈസ് all the above equation represents one of the possible modes of distribution of particles. ഇങ്ങനെ ഈ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് നമുക്ക് ആ സെറ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ദാറ്റ് റെപ്രസെൻറ്റ്സ് വൺ ഓഫ് ദി പോസിബിൾ മോഡ്സ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അതിൽ തന്നെ ഒരു പെർട്ടിക്കുലർ മോഡ് കൂടുതലായിട്ട് ഒക്കർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിന് നമ്മൾ N*RS എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ N*RS/N എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ NR മൈനസ് ബീറ്റ ES ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ RS എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ NR മൈനസ് ബീറ്റ ES ആയിരിക്കും. അതുപോലെ ഇതാണ് നമുക്കിവിടെ പ്രോബബിലിറ്റി ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റി. നമ്മൾ നേരത്തെ കേസിലെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ PR ആയിരുന്നു, ഇവിടെ നമുക്കത് PRS ആണ്. PR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ E എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിരുന്നു നമ്മൾ കനോണിക്കൽ കണ്ടത്. അതിന് പകരം ഇവിടെ ഇറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ NR മൈനസ് ബീറ്റ ES ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ RS എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ NR മൈനസ് ബീറ്റ ES.
അവിടെ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ടേം ആൽഫ എൻ ആറിൻ്റെ ടേം എക്സ്ട്രാ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ താഴത്തെ ഡിനോമിനേറ്ററിൽ വരുന്ന ടേം നമ്മൾ കനോണിക്കലിൻ്റെ കേസിൽ അത് നമുക്ക് പാർട്ടീഷൻ ഫംഗ്ഷൻ ആയിരിക്കുന്നു, പക്ഷേ ഇവിടെ അത് ഡിഫറൻ്റ് ആണ്. അതുപോലെ നമ്മൾ ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് നമുക്കറിയാം, അത് ഒരു ഏത് ക്വാണ്ടിറ്റിയുടെ ആവറേജ് നമ്പർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ്. ചെയ്യണമെങ്കിൽ നമുക്കറിയാം അതിൻ്റെ എൻ ആർ ഇൻറ്റു ദാറ്റ് പെർട്ടിക്കുലർ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓവർ ആർ എസ് പി ആർ എൻ ആർ എക്സ്പൊണൻഷ്യൽ മൈനസ് ആൽഫ എൻ ആർ മൈനസ് ബീറ്റ ഇ എസ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ ആർ എസ് എക്സ്പൊണൻഷ്യൽ മൈനസ് ആൽഫ എൻ ആർ മൈനസ് ബീറ്റ ഇ എസ്. അതുപോലെ ആവറേജ് എനർജി കാണണമെങ്കിൽ ഇതുപോലെ സമ്മേഷൻ ഓവർ ആർ എസ് ഇ എസിൻ്റെ എക്സ്പൊണൻഷ്യൽ ദാറ്റ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ ആർ എസ് എക്സ്പൊണൻഷ്യൽ ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി. ഈ രീതിയിൽ നമുക്കൊരു ക്ലാസിക്കൽ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിൾ സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Next we can come to the physical significance of the various statistical quantities in grand canonical ensemble. Here first of all we define a quantity called Q, small letter Q, which is called Q potential and is defined as ln of summation over rs exponential minus alpha nr minus beta es. ഇവിടെ ഈ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആൽഫ ബീറ്റ ആൻഡ് ഇ എസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ക്യൂ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്നാണ് ബാക്കിയുള്ള തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളും തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്കറിയാം ഡി ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആൽഫ ബീറ്റ ഇ എസ് ആയതുകൊണ്ട് ഇറ്റ് വിൽ കണ്ടെയ്ൻ ഇറ്റ് ഈസ് എ സം ഓഫ് ദി ഡിഫറൻഷ്യൽസ് ആയിരിക്കും. അതായത് സപ്പോസ് വി ഫൈൻഡ് ദ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് ക്യൂ, it is the sum of the partial derivatives of this alpha with respect to alpha, with respect to beta and with respect to es. We have to find out the derivatives. So next we can find out the derivative of q. Then it will be, first of all, the derivative of ln is 1 by, so we have written like this, 1 by summation over rs e raised to minus alpha nr minus beta es. Then differential of exponential is exponential itself, that we have written here, summation over rs exponential minus alpha nr minus beta es. Then first of all we have to find the derivative within the exponential function. So that contains the term alpha nr beta es. Out of this q is a function of alpha beta and the es. So by taking this term alpha nr, here we can find out the derivative nr with respect to this nr. You can treat it as a constant and find the derivative of alpha. So it is minus nr into alpha. Then q is a function of beta and es, so we have to apply product rule here. So it is es into d beta minus es into d beta minus beta into des. So this contains a sum of 3 terms. This term as a total is in the numerator. ഇതിൽ നമുക്ക് 3 ടേംസിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം വരുന്നത് സമ്മേഷൻ ഓവർ ആർ എസ് എൻ ആർ എന്നുള്ള ടേം എടുക്കുക. എൻ ആർ എക്സ്പൊണൻഷ്യൽ ഇ റേസ് ടു എൻ ആർ എക്സ്പൊണൻഷ്യൽ മൈനസ് ആൽഫ എൻ ആർ മൈനസ് ബീറ്റ ഇ എസ് ഡി ആൽഫ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ആർ എസ് ഇ റേസ് ടു മൈനസ് ആൽഫ എൻ ആർ മൈനസ് ബീറ്റ ഇ എസ് ആദ്യത്തെ ടേം. സെക്കൻഡ് ടേം വരുന്നത് മൈനസ് സമ്മേഷൻ ആർ എസ് ഇ എസ് ഇ റേസ് ടു മൈനസ് ആൽഫ എൻ ആർ മൈനസ് ബീറ്റ ഇ എസ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ ആർ എസ് ഇ റേസ് ടു മൈനസ് ആൽഫ എൻ ആർ മൈനസ് ബീറ്റ ഇ എസ് ഡി ബീറ്റ. ദെൻ തേർഡ് ടേം വരുന്നത് മൈനസ് ബീറ്റ സമ്മേഷൻ ഓവർ ആർ എസ് ഇ റേസ് ടു മൈനസ് ആൽഫ എൻ ആർ മൈനസ് ബീറ്റ ഇ എസ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ ആർ എസ് ഇ റേസ് ടു മൈനസ് ആൽഫ എൻ ആർ മൈനസ് ബീറ്റ ഇ എസ് ഇൻറ്റു ഡി എസ്. 3 ടേംസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ ഇതിൽ 3 ടേംസ് നോക്കിയാൽ ഫസ്റ്റ് ടേം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതായത് സപ്പോസ് വി ഫൈൻഡ് ഔട്ട് ദി ആവറേജ് വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി, then in grand canonical ensemble the average quantity is x bar equal to summation over xi into pi. Here the probability is this quantity, that is summation the quantity is e raised to minus alpha nr minus beta es divided by summation rs e raised to minus alpha nr minus beta es. ഇവിടെ ഫസ്റ്റ് ടേം നോക്കിക്കഴിഞ്ഞാൽ അത് എൻ ആറിൻ്റെ ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓർ എൻ ബാർ എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ഫസ്റ്റ് ക്വാണ്ടിറ്റി കിട്ടുന്നത്. അതുപോലെ സെക്കൻഡ് ക്വാണ്ടിറ്റി കിട്ടുന്നത് നമുക്ക് ഇ ബാർ എന്നുള്ളൊരു ക്വാണ്ടിറ്റിയാണ്, ഇ എസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്.
ദെൻ തേർഡ് ക്വാണ്ടിറ്റി വരുന്നത് അവിടെ മൈനസ് ബീറ്റ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ടേമാണ്. അത് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ക്വാണ്ടിറ്റി എൻ ആർ എസ് ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഡി ക്യു ഇസ് ഈക്വൽ ടു മൈനസ് എൻ ബാർ ഇൻറ്റു ഡി ആൽഫ മൈനസ് സെക്കൻഡ് ടേം ഇ ബാർ എന്ന് പറഞ്ഞ് നമ്മൾ ഇ ബാർ ഇൻറ്റു ഡി ബീറ്റ, തേർഡ് ടേമിൽ മൈനസ് ബീറ്റ, ദെൻ ദിസ് ഈസ് the expression is like this. So here this one corresponds to only this part corresponds to NRS divided by some average NRS divided by n. So it is summation RS divided by NRS by dn. So the total quantity becomes beta divided by n summation RS average of NRS into DE. ഡി ക്യു എന്നുള്ള ക്വാണ്ടിറ്റി കിട്ടിയത്. അപ്പോൾ അതൊന്ന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ രണ്ട് ടേംസും കൂടെ റൈറ്റ് ഹാൻഡ് സൈഡിലെ രണ്ട് ടേംസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുന്നു. സോ ഇറ്റ് ബിക്കംസ് ഡി ക്യു പ്ലസ് എൻ ബാർ ഡി ആൽഫ പ്ലസ് ഇ ബാർ ഡി ബീറ്റ. ഓൺ റൈറ്റ് ഹാൻഡ് സൈഡ് വി ഹാവ് ഓൺലി വൺ ടേം മൈനസ് ബീറ്റ ബൈ എൻ സമ്മേഷൻ ആർ എസ് എൻ ആർ എസ് ബൈ ഇൻറ്റു ഡി എസ് എന്ന് എഴുതാൻ പറ്റും. ഇനി സപ്പോസ് നമ്മൾ ഇതിനൊരു ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ ഡി ഓഫ് ക്യൂ പ്ലസ് ആൽഫ എൻ ബാർ പ്ലസ് ബീറ്റ ഇ ബാർ എന്നുള്ള ടേമിൻ്റെ ഡിഫറൻഷ്യൽ കാണുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡി ക്യൂ പ്ലസ് ദെൻ ആൽഫ എൻ ബാർ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും വെച്ചാൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ആൽഫ ഡി എൻ ബാർ പ്ലസ് എൻ ബാർ ഡി ആൽഫ. ദെൻ ബീറ്റ ഡി ഇ ബാർ എന്നുള്ളിടത്ത് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബീറ്റ ഡി ഇ ബാർ പ്ലസ് ഇ ബാർ ഇൻറ്റു ഡി ബീറ്റ എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ ഇക്വേഷൻ 1 വരുന്ന ടേംസിൽ ഈ ടോട്ടൽ ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ ഡി എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ എല്ലാ ടേംസും വരുന്നില്ല. പക്ഷേ ഈ ടേം അതുപോലെ ഈ ടേംസ് 3 ടേംസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ടേംസ് അവിടുന്ന് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡി ഓഫ് ക്യൂ പ്ലസ് ആൽഫ എൻ ബാർ പ്ലസ് ബീറ്റ ഇന്ന് ബാക്കി വരുന്ന ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ ഡി എൻ ബാർ മൈനസ് ബീറ്റ ഡി ഇ ബാർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡി ക്യു പ്ലസ് എൻ ബാർ ഡി ആൽഫ പ്ലസ് ഇ ബാർ ഡി ബീറ്റ എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. സോ അത് നമ്മളെ ഇക്വേഷൻ 1ൻ്റെ LHS ആണ്. സോ അത് എന്തിന് ഈക്വലായിട്ട് നമുക്ക് എഴുതാൻ പറ്റും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ RHS മൈനസ് ബീറ്റ ബൈ എൻ സമ്മേഷൻ ഓവർ RS ദിസ് ആവറേജ് ഓഫ് NRS ഇൻറ്റു DES ഫ്രം ഇക്വേഷൻ 1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഡി ഓഫ് ക്യൂ പ്ലസ് ആൽഫ എൻ ബാർ പ്ലസ് ബീറ്റ ഇ ബാർ ഈക്വൽ ടു നമ്മൾ ഈ രണ്ട് ടേംസ് എഗെയിൻ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് എന്ത് കിട്ടും? ഈ ടേമിൻ്റെ കൂടെ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഡി എൻ ബാർ പ്ലസ് ബീറ്റ ഡി ഇ ബാർ മൈനസ് ഓഫ് ബീറ്റ ബൈ എൻ സമ്മേഷൻ ഓവർ RS NRS DES എന്ന് കിട്ടും. സോ ഈ എല്ലാ ടേമിൽ നിന്നും നമ്മൾ ബീറ്റ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ബീറ്റ ഇൻറ്റു ആൽഫ ബൈ ബീറ്റ ഇൻറ്റു ഡി എൻ ബാർ പ്ലസ് ബീറ്റ സെക്കൻഡ് ടേമിൽ നിന്ന് ക്യാൻസൽ ചെയ്യും. സോ ഇറ്റ് ഈസ് ഡി ബാർ മൈനസ് 1 ബൈ എൻ സമ്മേഷൻ RS NRS ഇൻറ്റു DES എന്ന് കിട്ടും. ഇനി ഇതിനൊരു ഫിസിക്കൽ മീനിങ് കൊടുക്കണമെങ്കിൽ ടു ഇൻ്റർപ്രറ്റ് ദ ടേംസ് അപ്പിയറിംഗ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ we compare the expression enclosed within the parameters with the statement of the ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിനകത്ത് വരുന്ന ടേംസ് ഒരു ടേമിൽ ഡി എൻ ബാർ വരുന്നുണ്ട്, സെക്കൻഡ് ടേമിൽ ഡി ഇ ബാർ, തേർഡ് ടേമിൽ DES നമുക്ക് വരുന്നുണ്ട്. ഇതിന് നമുക്ക് അറിയുന്ന തെർമോഡൈനാമിക്സ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് വി ടേക്ക് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ദെൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡി ഇ ബാർ പ്ലസ് ഡെൽറ്റ ഡബ്ല്യു മൈനസ് മ്യൂ ഡി എൻ ബാർ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡി എൻ ബാർ ഇസ് ദർ, ഡി ഇ ബാർ ഇസ് ദർ, ദെൻ ബാക്കി വരുന്ന ടേം നമുക്കപ്പം ഡെൽറ്റ ഡബ്ല്യു ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ വെർ ദ various symbols have their usual meaning and the following correspondence now seems inevitable. പിന്നെ ഡി ബാർ അതുപോലെ തന്നെ ഉള്ളത് ഇവിടെ ഡി എൻ ബാറിൻ്റെ കൂടെ ഇവിടെ മൈനസ് മ്യൂ ആണുള്ളത്. ഇവിടെ എന്താണുള്ളത് വെച്ചാൽ ആൽഫ ബൈ ബീറ്റ ആണ്. ആൽഫ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആൽഫ ഈസ് മൈനസ് മ്യൂ ബൈ കെ ടി എന്ന് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്.
അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ആൾറെഡി വി ഹാവ് ദ ഇക്വേഷൻ ഡി ഓഫ് ക്യൂ പ്ലസ് ആൽഫ എൻ ബാർ പ്ലസ് ബീറ്റ ഇ ബാർ ഈക്വൽ ടു ബീറ്റ ഡെൽറ്റ ക്യൂ ആണ്. നമുക്കറിയാം ഡി എസ് എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് പരിചയമില്ലാണ്. ഡി എസ് ഇസ് ഈക്വൽ ടു ടി 1/t ഇൻറ്റു ഡെൽറ്റ ഓർ ടി ഡി എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ 1/tക്ക് പകരം 1/kt ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ kനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇൻസൈഡ് ബ്രാക്കറ്റ് വരുന്ന ഡി ഓഫ് എസ് ബൈ കെ ഇസ് ഈക്വൽ ടു 1/kt ഡെൽറ്റ ക്യൂ എന്ന് എഴുതാൻ പറ്റും. സോ നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്ന ഈ ക്വാണ്ടിറ്റീനെ ക്യൂ പ്ലസ് ആൽഫ എൻ ബാർ പ്ലസ് ബീറ്റ ഇ ബാർ ഈക്വൽ ടു എസ് ബൈ കെ വെർ എസ് ഈസ് ദ എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാം നമുക്ക്. സോ ക്യൂ ഈസ് ഈക്വൽ ടു therefore ക്യൂ ഈസ് ഈക്വൽ ടു എസ് ബൈ കെ മൈനസ് ആൽഫ എൻ ബാർ മൈനസ് ബീറ്റ ഇ ബാർ ആണ്. ദെൻ സപ്പോസ് വി ഹാവ് ടേക്കൺ ദ എൽ സി എം ആസ് കെ ടി. എൽ സി എം എടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ ഫസ്റ്റ് ടേം ബിക്കംസ് എസ് ടി ഇൻറ്റു എസ് ആയിട്ട് മാറി. സെക്കൻഡ് ടേം മൈനസ് ആൽഫ എൻ ബാർ ഇൻറ്റു കെ ടി ഡിവൈഡഡ് ബൈ കെ ടി ആയിട്ട് മാറി. തേർഡ് ടേമിൽ ഓൾറെഡി ബീറ്റ ഈസ് ദ സോ ഇറ്റ് ഈസ് 1/kt ഇൻറ്റു ഇ ബാർ എന്ന് കിട്ടി നമുക്ക്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടി എസ് പ്ലസ് മ്യൂ എൻ ബാർ ആൽഫ. നമുക്ക് ഫസ്റ്റ് ടേം ടി എസ് കിട്ടി. സെക്കൻഡ് ടേം ഇവിടെ നമുക്ക് സൈഡിൽ ചെയ്ത് കാണാൻ പറ്റും. ആൽഫ എന്ന് പറഞ്ഞാൽ മൈനസ് മ്യൂ ബൈ കെ ടി ആണ്. സോ ആൽഫ ഇൻറ്റു കെ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മൈനസ് മ്യൂ ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഓഫ് മൈനസ് മ്യൂ ദാറ്റ് ബിക്കംസ് പ്ലസ് മ്യൂ എൻ ബാർ. ദെൻ ദിസ് ടേം ബിക്കംസ് ഇ ബാർ ബൈ കെ ഹോൾ ഡിവൈഡഡ് ബൈ കെ ടി എന്ന് പറയും. മ്യൂ എൻ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഗിബ്സ് ഫ്രീ എനർജിക്ക് ഇക്വേഷൻ ആണ്. അതുകൊണ്ട് ഇക്വേഷൻ നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന ക്യൂ ഈസ് ഈക്വൽ ടു ടി എസ് പ്ലസ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇ മൈനസ് ടി എസ് പ്ലസ് പി വി ആണ്. സോ ഇ മൈനസ് ടി എസ് പ്ലസ് പി വി മൈനസ് ഇ ബാർ ഡിവൈഡഡ് ബൈ കെ ടി. അപ്പോൾ അതിൽ ഇ ബാർ ക്യാൻസൽ ചെയ്യും. ടി എസ് ആൻഡ് ടി എസ് ഗെറ്റ് ക്യാൻസൽഡ്. ദെൻ finally we get a q is equal to pv by kt. Q is equal to pv by kt. So the quantity which we have introduced in a random manner as q potential is nothing but it is related with the thermodynamic parameters like this. Q is equal to pv by kt. So first of all we have derived the relation, that is the q potential that is equal to ln of summation over rs exponential minus alpha nr minus beta is. That is nothing but pv by kt. That is the first relation between thermodynamics and this grand canonical ensemble. The quantity which comes in the grand canonical ensemble, that is the q potential. So ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസും ഗ്രാൻഡ് കനോണിക്കൽ എൻസംബിളും എല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ.